എൻ നെഞ്ചിൽ കുടിയേർക്കും എന്ന് അവസാനമായി വിജയ് ഒരു പ്രസംഗത്തിൽ സിനിമ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വിജയ് പറഞ്ഞു കഴിഞ്ഞു. ജനനായകൻ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് മലേഷ്യയിൽ വെച്ച് നടന്നു. കഴിഞ്ഞ ദിവസം ചെന്നൈ വിമാനത്താവളത്തിൽ വിജയ് വന്നിറങ്ങി. ഈ ആരാധകർ വിജയെ പൊതിയുന്ന കാഴ്ച നമ്മൾ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ കാണുന്നത്. മലേഷ്യയിൽ ബുക്കിംഗ് ജലീൽ സ്റ്റേഡിയത്തിൽ ഏകദേശം 80,000 മുതൽ 1 ലക്ഷം കാണികളാണുള്ളത്. ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റില്ല, കാരണം ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ആ സ്റ്റേഡിയത്തിലുള്ള ആരെങ്കിലും ഒരാൾ ആ ഫോണിൽ പകർത്തിയ വീഡിയോ ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓഡിയോ ലോഞ്ചിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോൾ പലരും അറിഞ്ഞു കഴിഞ്ഞു. 4-ാം തീയതിയാണ് ഒരു ടെലികാസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ പലരും അതിലെന്താണ് നടന്നത്, എന്തൊക്കെയാണ് നടന്നത് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ ഒരു നമ്മൾ ഇന്ന് ജീവിക്കുന്ന സോഷ്യൽ മീഡിയ കാരണം തന്നെയാണ്, താങ്ക്സ് ടു ദാറ്റ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെന്നൈ എയർപോർട്ടിൽ വെച്ച് വിജയ് താഴെ വീഴുകയുണ്ടായി. വിജയ് താഴെ വീഴുക എന്ന് പറയുന്ന ഒരു ചെറിയ വാർത്തയൊന്നും അല്ലല്ലോ. വിജയ് താഴെ വീഴുന്നത് ഈ ആരാധകരുടെ കൂട്ടവും സെക്യൂരിറ്റിയുടെ കുറവും ഒക്കെ കൂടെ കൊണ്ട് തന്നെയാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാലോ. വിജയ് ചെന്നൈ വിമാനത്താവളത്തിലേക്ക് വരുന്നത്, അതായത് കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തോടു കൂടി മലേഷ്യയിൽ നിന്ന് തിരിക്കുന്ന വിജയ് രാത്രിയോടുകൂടി ചെന്നൈ വിമാനത്താവളത്തിലേക്ക് എത്തുന്നു. ഈ വിമാനത്താവളത്തിലേക്ക് എത്തുന്ന വിജയ്ക്ക് നിങ്ങളൊന്ന് നോക്കിക്കേനെ, ഒരു സുരക്ഷ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അതായത് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു പരിപാടി വളരെ കുറവായിരുന്നു. ഒരു സ്റ്റാറാണ് വരുന്നത്, ഒരു സൗത്ത് ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാറാണ് വരുന്നത്. സൗത്ത് ഇന്ത്യയിൽ, ഞാൻ പറഞ്ഞ തമിഴ്നാട്ടിലല്ല, സൗത്ത് ഇന്ത്യയിൽ സൂപ്പർ സ്റ്റാറാണ് വരുന്നത്. പുള്ളിയെ കാണാൻ വേണ്ടി മലേഷ്യയിലേക്ക് പോയ ആളുകൾ ഇവിടെ നിന്ന് എത്ര പേരുണ്ടായിരുന്നു, എത്രയധികം പേരുണ്ടായിരുന്നു. അതായത് മലേഷ്യയിൽ വെച്ചൊരു ഓഡിയോ ലോഞ്ച്, ഈ ഓഡിയോ ലോഞ്ച് കാണാൻ വേണ്ടി മാത്രം ഇത്രയധികം പൈസയും മുടക്കി ആളുകൾ മലേഷ്യയിൽ പോയി കണ്ട് അവിടെ ഹൗസ്ഫുള്ളാക്കി ഏകദേശം 1 ലക്ഷം കാണികളോളം ഉണ്ടായിരുന്ന ആ പരിപാടി, ഇത്രയധികം ഗ്രാൻഡ് പരിപാടി തമിഴ്നാട്ടിൽ ഇന്നേ വരെ ഒരു സ്റ്റാറിനും കിട്ടാത്തൊരു പരിപാടിയാണത്. അപ്പോൾ അയാൾ ചെന്നൈയിൽ വരുമ്പോഴേക്കും ആളുകൾ വരില്ല എന്ന് ചിന്തിക്കാൻ മാത്രം മന്ദബുദ്ധികളാണോ ഈ നാട്ടിലുള്ളതെന്നുള്ള ചോദ്യമാണ് ചോദിക്കേണ്ടി വരുന്നത്. അത്രയ്ക്ക് ബോധമില്ലേ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് ചോദിക്കുകയാണ്. അയാൾ ചെന്നൈ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ടൈം മുതൽ എത്രയോ പേരവിടെ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ അവിടെ ചെന്നൈ എയർപോർട്ടിൽ കാത്തിരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് പോലും പുള്ളി നടന്നു വരുമ്പോൾ പോലും ആവശ്യമായ ഒരു തരത്തിലുമുള്ള സെക്യൂരിറ്റി ഇല്ല. നടന്നു വരുമ്പോൾ ക്രൗഡാൽ സമ്പന്നമാവുകയാണ്. ഈ സെക്യൂരിറ്റിയൊക്കെ തടുത്ത് കഴിഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഞാൻ ഒരു തരത്തിലുള്ള കമ്പാരിസൺ എന്ന് പറയില്ല, പക്ഷേ പല ബിഗ് ബോസ് താരങ്ങൾ ഉൾപ്പെടെ എയർപോർട്ടുകളിലേക്ക് വന്നിറങ്ങുമ്പോൾ പോലും ഇതിനേക്കാളും സെക്യൂരിറ്റി ഉണ്ട്. ഞാൻ ചുമ്മാ പറയണമല്ല, ഇതിനേക്കാൾ സെക്യൂരിറ്റി ഉണ്ട്. ഈ ബിഗ് ബോസ് താരങ്ങൾക്ക് വന്നിറങ്ങുന്നതിൻ്റെ സെക്യൂരിറ്റിയുടെ പകുതിയെങ്കിലും വിജയ്ക്ക് കൊടുക്കാമായിരുന്നു. അത് തുടക്കത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. വിജയ് ഇങ്ങനെ നടന്നു വരുമ്പോൾ പോലും ചുറ്റും ആളുകളുണ്ട്. പക്ഷേ ഈ ക്രൗഡിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഇത് എവിടെ നിന്നൊക്കെയാണ് ആളുകൾ വരുന്നതെന്നുള്ള ചിന്തയാണ് സത്യം പറഞ്ഞാൽ ഉണ്ടായിപ്പോയത്. ഈ ക്രൗഡ് ഇടിച്ചു കയറി വരുന്നു, സെക്യൂരിറ്റിയെ തടുത്തു നിർത്തിക്കൊണ്ട് വരുന്നു. പക്ഷേ എന്നിട്ട് അവസാനം എങ്ങനെയൊക്കെയോ അവിടെ ഉള്ളവരൊക്കെ പിടിച്ച് ശരിയാക്കി വിജയെ കാറിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് അത് കാറിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് വിജയ് വീഴുന്നത്. അപ്പോൾ ക്രൗഡ് ഒഴുകുക, കാരണം വിജയ് പിന്നെ കിട്ടില്ല. കാറിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വിജയിനെ കിട്ടില്ല എന്നുള്ളത് അവിടെ ചുറ്റിയിരിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇടിച്ചു കയറുക, ഇവരെല്ലാവരും വിജയോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടിച്ചു കയറുന്നു. ഇവരെല്ലാവരും തടുക്കാൻ വേണ്ടി നോക്കുന്നു, എങ്ങനെയെങ്കിലും വിജയുടെ കയ്യിലൊന്ന് തൊടാനോ അല്ലെങ്കിൽ മുടിയിലോ കഴുത്തിലോ ദേഹത്തോ എവിടെയെങ്കിലും ഒന്ന് തൊടാൻ വേണ്ടിയിട്ട്. കാരണം അത്രയധികം മണിക്കൂറുകൾ അവൾ എയർപോർട്ടിൽ കാത്തിരിക്കുകയാണ്. അപ്പം അവരുടെ ക്ഷമ കെടും. ഞാൻ പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള വികാരത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മണിക്കൂറുകളായി കാത്തിരിക്കുന്നു, വിജയെ തൊട്ടടുത്ത് കിട്ടുന്നു. അപ്പോൾ ശരി, എന്ത് കാരണം വന്നാലും ശരി നമ്മളൊന്ന് തൊട്ടിട്ടേ പോവുകയുള്ളൂ. കാരണം അത്രയധികം ആരാധകരുള്ളൊരു മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. വിജയ് നടന്നു വരുമ്പോൾ പോലും ചുറ്റും സെക്യൂരിറ്റികളുണ്ട്. നടന്നു വന്ന് കാറിന് മുന്നിൽ എത്തുമ്പോഴേക്കും വിജയ് വീഴുകയാണ്. അപ്പോൾ വിജയ് വീഴുക എന്ന് പറയുന്നത് പലരും പറയുന്നുണ്ട് ഇതൊരു വാർത്തയാണോ എന്നുള്ളത്. ഇതൊരു വാർത്തയാണ്. അത് വിജയ് വീഴുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ സെക്യൂരിറ്റി റീസൺസ്, ഒന്ന് അത്രയധികം ക്രൗഡ്, 3 അയാളുടെ സ്റ്റാർഡം, 4 ഇത്രയും വലിയൊരു താരം വരുമ്പോൾ പോലും അത് ചെറുക്കാൻ എന്തുകൊണ്ട് ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള ചോദ്യം. ഇറ്റ് ഈസ് എ ന്യൂസ്, അതൊരു വാർത്തയാണ്. അതെന്തുകൊണ്ടാണ് പല ആളുകൾക്കും മനസ്സിലാവുന്നില്ല എന്നുള്ള ചോദ്യം. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി വാർത്ത വരുമ്പോൾ പോലും പല കമൻസിലും കണ്ടത് ഇതൊക്കെ ഒരു വാർത്തയാണോ, വിജയ് വീണെങ്കിൽ എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊരു വാർത്തയാണ്. അതിന് വാർത്തയാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു സെക്യൂരിറ്റി ലാക്കിംഗ് ഉണ്ടായതെന്നൊരു ചോദ്യം വരുന്നുണ്ട്. അവിടെയാണ് ഇങ്ങനെ സെക്യൂരിറ്റി ലാക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കരിവൂർ ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. 51 മരണങ്ങൾ സൃഷ്ടിച്ച ആ ദുരന്തം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചതിന് പല കാരണങ്ങളുണ്ട്. അതിനുൾപ്പെടെയുള്ള കാരണങ്ങൾ സെക്യൂരിറ്റി റീസൺസ് ഉൾപ്പെടെയാണ്. ഈ സെക്യൂരിറ്റി റീസൺസ് ഇതുപോലെ പല കാരണങ്ങൾ വരുന്നത് ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. അതിന് ഇപ്പോൾ വിജയ് കഴിഞ്ഞ ദിവസം ഇരയായതുപോലെ തന്നെയാണ് ആ 41 പേരുടെ മരണവും സംഭവിച്ചത്. 2 തമ്മിൽ താരതമ്യം ചെയ്യുന്നതല്ല, പക്ഷേ ഈ സെക്യൂരിറ്റി റീസൺസ് ഒരു വലിയ പ്രശ്നം തന്നെയാണെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ എയർപോർട്ടിൽ വെച്ച് കണ്ടതും അത് തന്നെയാണ്. ഇത്രയധികം ആളുകൾ കൂടുമ്പോൾ പോലും വിജയ് നിസ്സഹായനാവുകയാണ്. വിജയ് പലരെയും തട്ടിമാറ്റുന്നത് വിജയാണ്. വിജയ് തട്ടിമാറ്റി കൈ മാറ്റുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം
ഭയങ്കരമായ സെക്യൂരിറ്റി ലാക്കിങ് കഴിഞ്ഞ ദിവസം ആ എയർപോർട്ട് പരിസരത്ത് വെച്ചുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ നിധി അഗർവാളിൻ്റെ കാര്യം സംസാരിക്കുകയുണ്ടായി. നിധി അഗർവാളിന് ഇതുപോലെ ക്രൗഡിനിടയിൽ നേരിടേണ്ടി വന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ നിധി അത് ബന്ധപ്പെട്ട കേസുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് നിധി പറഞ്ഞെങ്കിൽ പോലും ആ വിഷയം ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ഒരു സെക്യൂരിറ്റി ഇല്ല, ഒരു കൃത്യമായൊരു കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ നിധി അഗർവാൾ ഒരു സിനിമയുടെ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ആ ഫംഗ്ഷൻ നടത്തേണ്ട ആളുകളുടെ സെക്യൂരിറ്റി കുറവാണെന്നെങ്കിലും പറയാം. ഇത് വന്നിരിക്കുന്നത് എയർപോർട്ടിലാണ്. എയർപോർട്ട് സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് ഇത്രയും വലിയൊരു സ്റ്റാർ വരുമ്പോൾ എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ആയിരിക്കും. പക്ഷേ വേണ്ട രീതിയിലുള്ള ഒരു സെക്യൂരിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാത്തത് വളരെയധികം ലജ്ജിക്കാൻ കഴിയുന്ന ഒരു കാര്യം നേരിട്ട് തന്നെയാണ് തോന്നുന്നത്.